തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മള് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ കുരിശ് മാനവരക്ഷയ്ക്ക് അടിസ്ഥാനമായ കുരിശ്. കുരിശിലൂടെ ഈശോ നമുക്ക് വേണ്ടി പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തെ രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, ശക്തിയിലേക്ക്, വിമോചനത്തിലേക്ക് നയിക്കുന്ന കുരിശ്. നമ്മളിങ്ങനെ പാട്ട് പാടില്ലോ, മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ തീർത്തിടുവാനായി മരത്തിന്മേൽ ആർത്തനായി തൂങ്ങി മരിക്കുന്നു ദൈവപുത്രൻ താൻ. അതെ, മരത്താലെ വന്ന പാപങ്ങള് മരത്താലെ നീക്കുവാൻ വേണ്ടി മരത്തിൽ തൂക്കപ്പെട്ട് ഈശോ നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മള് ഓരോ വർഷവും സെപ്റ്റംബർ 14-ാം തീയതി ഈ കുരിശിനെ പുകഴ്ത്തിക്കൊണ്ട്, ഈ കുരിശിൽ സംഭവിച്ച കാര്യങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ഈ ലോകത്തെ നമ്മൾ രക്ഷയിലേക്ക് ആനയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് ഈ ദിവസത്തില് കുരിശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, ആ ബലിയുടെ പൂർത്തീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ മനസ്സിലാക്കിക്കൊണ്ട് കുരിശിനെ നമുക്ക് ആരാധിക്കാം, കുരിശിനെ പുകഴ്ത്താം, കുരിശിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. നമ്മൾ പാടും, കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിൽ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ നമുക്കറിയാം. മനുഷ്യന്റെ പാപം വരുത്തിവെച്ച വിനകള്, അതിന്റെ ശാപങ്ങള്, അതിന്റെ അടിമത്തങ്ങള്, അതിന്റെ ബന്ധനങ്ങള്, അതിലൂടെ കടന്നു വന്ന ഒത്തിരിയേറെ കടബാധ്യതകള്, അതിലൂടെ കടന്നു വന്ന പിശാചിന്റെ ആധിപത്യങ്ങള്, അധികാരികള്, അവകാശങ്ങൾ നമ്മുടെ കുടുംബത്തില്, വീട്ടില്, മണ്ണില്, തലമുറയില്, കുടുംബ വൃക്ഷത്തില്, ജോലിയില്, ബിസിനസ്സില്, കുടുംബത്തില്, സകലമാന മേഖലകളിലും അതിശക്തമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോ ചെയ്ത പ്രവൃത്തികൾ എന്താണ്? പാപത്തിലൂടെ അതൊക്കെ വന്നേ. പാപം നീക്കപ്പെടാത്തിടത്തോളം കാലം പാപത്തിന്റെ വേദനം മരണമാണ്. പാപത്തിന് ശാപങ്ങളുണ്ട്, പാപത്തിന്റെ കടങ്ങളുണ്ട്. പാപത്തിലൂടെ പിശാചിന് നിയമപരമായ അവകാശങ്ങൾ കിട്ടും, അവന്റെ ആധിപത്യം, അവന് അവകാശം കിട്ടും. ഈ അവസ്ഥയിൽ നിന്ന് ഈശോ കുരിശിൽ ചെയ്ത പ്രവൃത്തി. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വചനം പറയണം, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായിട്ട് ജീവിക്കേണ്ടതിനത്രേ. നമ്മുടെ പാപങ്ങൾ, ഈശോ പാപമില്ലാത്തവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 29-ാം വചനത്തില് സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ച് പറയാ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യെശയ്യാ പ്രവാചന പുസ്തകത്തില് 53-ാം അധ്യായത്തില് കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പ്രവചിച്ചുകൊണ്ട് പറഞ്ഞുണ്ട്, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത്, നമുക്ക് വേണ്ടി അവന് മുറിവേറ്റു, അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ പാപങ്ങൾ ഈശോ ഏറ്റെടുത്തത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പാപങ്ങളാണ്. പാപമില്ലാത്ത ഈശോ, മനുഷ്യനായിട്ട് അവതരിച്ച ഈശോ തന്റെ മനുഷ്യ ശരീരത്തില് നമ്മുടെ പാപങ്ങൾ വഹിച്ചു. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. എന്നിട്ട് ആ പാപത്തെ മുഴുവൻ ഈ മരത്തിൽ തറച്ച്, കുരിശിൽ തറച്ച് പാപത്തിന്റെ ആധിപത്യത്തെ അവസാനിപ്പിക്കുന്നു. കുറെ നിയമങ്ങൾ പൂർത്തീകരിച്ചു വെച്ചോ. ഈ കുരിശിലൂടെ പൂർത്തീകരിച്ച നിയമങ്ങൾ കേട്ടോ. അതായത് നമ്മള്
ഒരു കാര്യമുണ്ട്, നിയമത്തിന് അധീനരായി പോയവരാ നമ്മൾ. വിശുദ്ധ കുർബാനയുടെ സീറോ മലബാർ ആരാധന ക്രമത്തില് കൂദാശ വചനങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനായി. ഇങ്ങനെ എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കിച്ചോ. പാപമില്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ പറ്റും. ആ നിയമത്തെ പൂർത്തിയാക്കിക്കൊണ്ട് പാപമില്ലാത്ത ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. ഇനി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തില് 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം പറയാ, നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്തണം. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോ മനുഷ്യന്റെ പാപത്തിന്റെ ആരംഭം മുതൽ രക്തസാന്നിധ്യമുണ്ട്. നഗ്നത മറയ്ക്കാൻ വേണ്ടി ദൈവം ആടിനെ തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കിയപ്പോ കൊല്ലപ്പെട്ട രക്തം ചിന്തപ്പെട്ട ഒരാടിന്റെ തോല് അവിടെ തന്നെ തുടങ്ങി പാപപരിഹാരത്തിന്റെ പ്രവൃത്തികൾ. രക്തത്തിലൂടെയാണ് പരിഹാരം. പിന്നീട് അങ്ങോട്ട് ആടുകള്, കാളകള്, ബലിയർപ്പണങ്ങള്, ഒത്തിരിയേറെ രക്താർപ്പിത ബലികൾ. അതിലൂടെ നിയമം പൂർത്തിയാക്കിക്കൊണ്ട് പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലാണ്. യഥാർത്ഥമായ നിഴൽ തേടിപ്പോയാൽ എത്തുന്നത് പുതിയ നിയമത്തിലെ രക്തം ചിന്തി കർത്താവ് കുരിശിലർപ്പിച്ച ബലിയുടെ ചുവട്ടിലാണ്. ഈ കുരിശിൻ ചുവട്ടിലാണ് രക്തം ചിന്തിയ നിയമം പൂർത്തിയാക്കിയ കർത്താവിന് കുരിശിലെ ബലി. രക്തം ചിന്താതെ പാപമോചനമില്ല. ഈശോ ഇതാ നോക്കിക്ക മക്കളെ, 6000-ലേറെ മുറിവേറ്റ് ഒരു തുള്ളി രക്തം പോലും ബാക്കി വെക്കാതെ നമ്മുടെ പാപത്തിന്റെ നിയമം പൂർത്തിയാക്കിക്കൊണ്ട് ഇതാ ഈശോ നമുക്ക് വേണ്ടി രക്തം ചിന്തി നിയമത്തെ പൂർത്തിയാക്കി. ശാപത്തിന്റെ മേഖല ഗലാത്യ 3:10 വചനം പറയാ, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. 3:13 പറയാ, എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാ. നമ്മുടെ ശാപങ്ങൾക്ക് പകരം അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. അങ്ങനെ ശാപങ്ങൾ നീക്കി യേശു കുരിശിൽ കിടന്നുകൊണ്ട് 7 വാക്കുകളാ പറഞ്ഞ്. അതിൽ 6-ാമത്തെ വാക്ക് എന്നറിയോ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്താ പൂർത്തിയായ? പാപത്തിന്റെ വേദനമാകുന്ന അതിന്റെ ശാപങ്ങള്, അതിന്റെ ശിക്ഷകള്, അതിന്റെ കടങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ദുരിതങ്ങള്, അതെല്ലാം ഈശോ സ്വയം ഏറ്റെടുത്തിട്ട് നമ്മോട് പറയാ, ലോകത്തോട് പറയാ, മക്കളെ എല്ലാം പൂർത്തിയായിട്ടോ, കടകൾ വീട്ടിട്ടോ, ശാപങ്ങൾ നീക്കിട്ടോ, മരണത്തെ പരാജയപ്പെടുത്തിട്ടോ, നിയമത്തെ പൂർത്തീകരിച്ചുട്ടോ. വിളിച്ചു പറയാ ഈശോ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പാപത്തിന്റെ അനന്തര ഫലങ്ങള്, പാപത്തിന്റെ ദുരിതങ്ങൾ സ്വയം വഹിച്ച്, പാപത്തിന്റെ മുറിവുകളെ സ്വയം വഹിച്ച്, പാപത്തിന്റെ ശിക്ഷകളെ സ്വയം വഹിച്ച് ഏറ്റെടുത്ത് ഈശോ അതിദാരുണമായ പീഡാസഹനങ്ങൾ കുരിശിൽ ഏറ്റെടുത്ത്, കുരിശിൽ ചുമന്ന്, കുരിശിൽ തറയ്ക്കപ്പെട്ട്, കുരിശിൽ തൂക്കപ്പെട്ട് ഈ കുരിശിലൂടെ പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ വീട്ടി. പ്രിയപ്പെട്ട മക്കളെ, മരണം നമ്മള് റോമ 6:23 കാണുന്നുണ്ട്. പാപത്തിന്റെ വേദനം മരണമാണ്. ഈശോ മരിച്ചത് പാപത്തിന്റെ വേദനമായ മരണത്തിനല്ല. ഈശോ തന്നെ മരിച്ച നമ്മുടെ പാപത്തിന്റെ വേദനമായ മരണത്തിന് പകരം ഈശോ മരിച്ചു എന്ന് പറഞ്ഞാല് നമുക്ക് അർഹതപ്പെട്ട മരണത്തിന് പകരം ഈശോ മരിച്ചപ്പോ ആ നമുക്ക് അർഹതപ്പെട്ട മരണത്തെ തന്റെ മരണത്താൽ ഈശോ പരാജയപ്പെടുത്തി. അതാണ് ഹെബ്രായർ 2:15 പറയുന്നുണ്ട്, തന്റെ മരണത്താൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടിയിരുന്നവരെ മോചിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കൾ, അങ്ങനെ കുരിശിലൂടെ മരണത്തെ പരാജയപ്പെടുത്തി. അങ്ങനെ ഈശോ കുരിശിൽ മരിക്കുമ്പോ നമ്മൾ കാണുന്നുണ്ട്, മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചു. ഈ കുരിശില് മരണത്തിന് മേൽ പാപത്തിലൂടെ അധികാരം സ്ഥാപിച്ച് ആധിപത്യം ഉറപ്പിച്ച് മാനവകുലത്തെ, ലോകത്തെ, കുടുംബങ്ങളെ, മക്കളെ നശിപ്പിക്കുന്ന പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഈ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടിയിരുന്നവരെ മോചിപ്പിച്ചു. എന്തെല്ലാം കാര്യങ്ങളാ മക്കളെ കർത്താവ് കുറിച്ച് നമുക്ക് വേണ്ടി ചെയ്തേ. ഇതിനെല്ലാം ഒറ്റ വാക്കില്, ഒറ്റ വചനത്തില് നമുക്ക് പര്യവസാനിപ്പിക്കാം.
കൊളോസോസ് 2:14-15 അവിടെ വചനം പറയാ, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായിട്ട് അവഹേളനപാത്രമാക്കി. മക്കളെ, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളുണ്ട്, അതിനവൻ മായ്ച്ചു കളഞ്ഞു, കുരിശിൽ തറച്ച് അവയെ നിഷ്കാസനം ചെയ്തു. ആധിപത്യങ്ങൾ, അതിലൂടെ പിശാചിന് ലഭിച്ച ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായിട്ട് അവഹേളന പാത്രമാക്കി. പാപത്തിന്റെ ശക്തിയെ, ശാപത്തിന്റെ ശക്തിയെ, മരണത്തിന്റെ ശക്തിയെ, അതിന്റെ കടബാധ്യതകളെ, ഇതിലൂടെ സാത്താന് ലഭിച്ച എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ തറച്ച് നിഷ്ക്രിയമാക്കി ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും പരാജയപ്പെടുത്തി അവയുടെ മേൽ വിജയമാഘോഷിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കുരിശിലെ വിജയോത്സവം, കുരിശിലെ വിജയം, പാപത്തിന്റെ മേൽ വിജയം, മരണത്തിന്റെ മേൽ വിജയം, ശാപത്തിന്റെ മേൽ വിജയം, കടങ്ങളുടെ മേൽ വിജയം, സാത്താന്റെ മേൽ വലിയ വിജയം. ഈ ലോകത്തിൽ വെച്ച് ഏതൊരുവൻ വരിച്ച വിജയത്തെക്കാളും ശക്തമായ വിജയമാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി വരിച്ചത്, നമുക്ക് വേണ്ടി വിജയിച്ചത്. ഈ കുരിശിലൂടെയാണ് മാനവരക്ഷ സാധ്യതമാക്കിയത്. ഇതാണ് ദൈവത്തിന്റെ കരുണ, ഇതാണ് ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തി. ഇതാണ് മക്കളെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വിമോചനത്തിന്റെ ആ വലിയ വിജയത്തിന്റെ കാഹളധ്വനി കുരിശിൽ പൂർത്തീകരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16 അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച മക്കളെ. പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചത് ഏകജാതനെ തന്നതിലൂടെയാ. ഏകജാതനെ എന്തിനാ തന്നെ മക്കളെ? കുരിശിൽ ഇതുപോലെ മരിക്കാൻ. യേശു വന്നത് കുരിശിൽ മരിക്കാനാണ്. യേശു വന്നത് കുരിശിലൂടെ രക്ഷ പൂർത്തീകരിക്കാനാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തില് സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോ പൗലോസ്ലീഹ പറഞ്ഞുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങൾ അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. മക്കളെ, ഈ കുരിശിന്റെ സന്ദേശം മറക്കരുത്. രക്ഷപ്പെടണോ? ഒറ്റ വഴി, അത് ക്രൂശിക്കപ്പെട്ട കർത്താവാണ്. കുരിശിൽ തീർക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തിയുടെ പൂർത്തീകരണമാണ്. അതിനെ കുറിച്ച് പ്രഘോഷിക്കണം. ക്രൂശിതനെ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും അറിയണ്ട. കർത്താവിനെ അറിയണോ? രക്ഷ പ്രാപിക്കാൻ അറിയണോ? അതിനൊറ്റ വഴിയുള്ളൂ, ഈ കരുണ. ക്രൂശിതൻ കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികളെ അറിഞ്ഞ് സ്വന്തമാക്കണം. ആ സ്വന്തമാക്കണം എന്ത് വേണം? നമ്മൾ മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം, കുരിശിലെ മരണം അവകാശപ്പെടണം, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന ഈ ബലിയർപ്പിച്ച് യേശുവിനെ സ്വീകരിച്ച് യേശു പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികൾ നമ്മൾ സ്വന്തമാക്കിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷയുണ്ട്. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ലോകത്തിന്, മാനവകുലത്തിന് രക്ഷയുണ്ട്. അതിലൂടെയേ രക്ഷയുള്ളൂ. ഏകരക്ഷകനാകുന്ന കുരിശിൽ മരിച്ച, കുരിശിൽ ഈ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ യേശു ക്രിസ്തുവിന്റെ കുരിശുമാനത്തിലൂടെ അല്ലാതെ എന്റെ പ്രിയപ്പെട്ട മക്കളെ മാനവകുലത്തിന് രക്ഷയില്ല. ഇത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്, ദൈവത്തിന്റെ കരുണ. അതുകൊണ്ട് ഈശോ വിശുദ്ധ ഫൗസ്ത്യനായോട് പറഞ്ഞ, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിച്ചു വരാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കുരിശിനെ നമ്മൾ അറിയണം, ഈ ക്രൂശിതനെ നമ്മൾ അറിയണം, ഈശോയുടെ മനുഷ്യാവതാരത്തെ നമ്മൾ അറിയണം. ഈശോയുടെ പരസ്യ ജീവിതത്തിലൂടെ ഈശോ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാവുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. ഈശോ വന്നത് കുരിശിൽ മരിക്കാനാ, ഈ മാമോദിസ മുങ്ങാനാ. അതുകൊണ്ടാണ് താബോർ മലയിൽ നിന്ന് ആ രൂപാന്തരീകരണം കഴിഞ്ഞിറങ്ങി വരുമ്പോ പത്രോസൊക്കെ വലിയ അത്ഭുതത്തോടു കൂടി പറഞ്ഞത് 3 കൂടാരങ്ങളൊക്കെ പണിയാന്ന്. ആ സമയത്ത് പത്രോസ് ലിഹായുടെ ഈശോ പറയാ, നിങ്ങളിത് ആരോടും പറയണം, നമുക്ക് താഴേക്ക് പോവാം.
ജെറൂസലേമിലേക്ക് പോകാനുണ്ട്. ഈശോ പറയാണ്, ഞാൻ മഹത്വീകരിക്കപ്പെടുന്നത് വരെ ഈ സംഭവം നിങ്ങൾ ആരോടും പറയണ്ട. ഇതാണ് മഹത്വീകരണം. കുരിശിൽ പൂർത്തീകരിക്കുന്ന ഈ കുരിശിലെ മരണത്തെ കുറിച്ച് മഹത്വീകരണം. അതാണ് താബോർ മലയിൽ വെച്ച് ഏലിയായും മോശയും സംസാരിച്ചത്. ഉടൻ തന്നെ കടന്നു പോകാനിരിക്കുന്ന ജെറൂസലേമിലെ ബലിയെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് മക്കളെ, കുരിശിൽ മരിക്കാൻ വേണ്ടി വന്ന കർത്താവ് ഈ മഹത്വത്തിൽ പങ്കുകാരാക്കാൻ, നമ്മെ പങ്കുകാരാക്കാൻ ഒത്തിരി ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കൂദാശ വചനങ്ങൾ കഴിയുമ്പോ ഒരു മനോഹരമായ പ്രാർത്ഥന സീറോ മലബാർ ആരാധന ക്രമത്തിലുണ്ട്. ഇന്ന ദിവസം അത് ഓർക്കണം. കുരിശിൽ ബലിയുമായിട്ട് ബന്ധപ്പെടുത്തി, കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. ഈ മഹത്വത്തിന്റെ സമ്പന്നതയാണ് മക്കളെ ശുദ്ധ കുർബാന, കുരിശിലെ ബലി, കുരിശിന്റെ ശക്തി. സ്വന്തമാക്കിയെടുത്ത് നമ്മൾ മഹത്വം പ്രാപിക്കണം. അതുകൊണ്ടാണ് ഈ മഹത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഫിലിപ്പി 4:19 പൗലോസ് പറയുന്നത്, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. മഹത്വത്തിന്റെ സമ്പന്നത, കുരിശിൽ പൂർത്തീകരിച്ച മഹത്വീകരണത്തിന്റെ പ്രവൃത്തി, ആ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. ഈ മഹത്വത്തിന്റെ സമ്പന്നത കർത്താവ് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര ബലിയാണ്, രക്ഷാകര പ്രവൃത്തിയാണ്, രക്ഷാകര ദിവ്യ രഹസ്യങ്ങളാണ്. അത് സ്വന്തമാക്കി ഈശോയെ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ സ്വന്തമാക്കി കർത്താവിൽ നിറയപ്പെട്ടാൽ നിനക്ക് ആവശ്യമായതെല്ലാം നൽകും. നിന്റെ കുടുംബത്തിന്, നിന്റെ മക്കൾക്ക്, നിന്റെ ജീവിതത്തിന്, സകലമാന മേഖലകൾ. പെട്ടെന്ന് അച്ഛൻ കുരിശിന്റെ മഹാരഹസ്യങ്ങളെ കുറിച്ച് പറയുകയാണ്. പറഞ്ഞ തിരുവചനങ്ങളും പറഞ്ഞ സന്ദേശങ്ങളും അവധാനപൂർവം സാവകാശം ഇരുന്ന് ധ്യാനിക്കും മക്കളെ. കുരിശിന്റെ പുകഴ്ചയുടെ ഈ തിരുനാളിൽ ദിവ്യകാനസാന്നിധ്യത്തിൽ ഇരുന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികൾ, പാപത്തെ നീക്കി, ശാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, കടങ്ങൾ വീട്ടി, സാത്താൻ ആധിപത്യങ്ങളുടെ അധികാരങ്ങൾ തകർത്തെറിഞ്ഞു. ഈ 5 കാര്യങ്ങൾ കർത്താവ് കുരിശ് നമുക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ട് കുരിശ് ശക്തമാണ്. എന്താണ് കുരിശിന്റെ ശക്തി? പാപത്തെ കൊന്ന സ്ഥലം കുരിശ്, ശാപത്തെ നീക്കിയ സ്ഥലം കുരിശ്, മരണത്തെ പരാജയപ്പെടുത്തിയ സ്ഥലം കുരിശ്, കടങ്ങൾ വീട്ടിയ സ്ഥലം കുരിശ്, സാത്താൻ ആധിപത്യങ്ങളോടെ അധികാരങ്ങളോടെ തകർക്കപ്പെടുന്നതും നിത്യനരകത്തിലേക്ക് താഴ്ത്തപ്പെടുന്നതും ഈ കുരിശിലൂടെയാണ്, ഈ കുരിശിൻ ചുവട്ടിലാണ്. അതുകൊണ്ട് ആധിപത്യങ്ങളെ, അധികാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ കുരിശിൻ ചുവട്ടിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, ഞങ്ങൾക്ക് വലിയ വിമോചനം നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം. കുരിശിനെ പുകഴ്ത്താം. കുരിശിനെ പുകഴ്ത്താം എന്ന് പറഞ്ഞാൽ കുരിശിൽ സംഭവിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാം. അതിന് സാധിക്കണമെങ്കിൽ പാപത്തെ വിട്ടുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ ബലി സ്വന്തമാക്കി അർപ്പിച്ച്, പാപപരിഹാര ബലി നിയോഗം വെച്ച് അർപ്പിച്ച് യേശുവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ രക്ഷ നമുക്ക് സാധ്യതമാകും. പ്രിയപ്പെട്ട മക്കൾ, നമുക്കൊരു നിമിഷം കുരിശിന്റെ ചുവട്ടില് നമ്മെ, നമ്മുടെ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും, മരിച്ചുപോയ പൂർവികരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെയും, ലോകം മുഴുവനെയും, എല്ലാ മക്കളെയും, നാനാജാതി മതസ്ഥരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിലൂടെയാണ് രക്ഷ. ക്രൂശിതനിലൂടെയാണ് രക്ഷ. മറ്റാരിലും രക്ഷയില്ല. അവന്റെ കുരിശിൻ ചുവട്ടിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തിയിൽ മാത്രമേ രക്ഷയുള്ളൂ. കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. കർത്താവെ, ഈ കുരിശിൻ ചുവട്ടിലേക്ക്, ഈ കുരിശിലെ ബലിയിലേക്ക്, കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൽ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, കുടുംബവൃക്ഷത്തെയും, മരിച്ചുപോയ പൂർവികരെയും, ജീവിച്ചിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക സഭയെ, വൈദികരെ, സന്യസ്തരെ, അഭിമന്യ പിതാക്കന്മാരെ, നമ്മുടെ യുവമക്കളെ, ഞങ്ങളെല്ലാ കൊച്ചുമക്കളെയും, കുടുംബജീവിതത്തിലായിരിക്കുന്ന ദമ്പതിമാരെയും സമർപ്പിക്കുന്നു. നാനാജാതി മതസ്ഥരെ,
തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കുരിശിലൂടെയാണല്ലോ കർത്താവെ രക്ഷ, ഏകരക്ഷകനാകുന്ന കർത്താവെ, ലോകത്തിന്റെ പാപം നീക്കുന്ന, ലോകത്തിന്റെ രക്ഷയായ കർത്താവെ, അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. നാനാജാതി മതസ്ഥരെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ചേർത്ത് പിടിക്കണമേ, അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കണമേ. ഈ കുരിശിലെ ബലി അറിഞ്ഞ് സ്വന്തമാകട്ടെ. ഏകരക്ഷകനായ കർത്താവെ, അങ്ങനെ കുരിശിൻ ചുവട്ടിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ പൂർത്തീകരിച്ച രക്ഷ ഈ മക്കളിൽ നിറയട്ടെ കർത്താവെ, ലോകം മുഴുവനിലേക്കും നിറയട്ടെ കർത്താവെ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം കർത്താവിൻ കുരിശിലേക്ക് ഉയർത്തി, കർത്താവ് കുരിശിൽ നിന്നൊഴുകിയ ആ വലിയ രക്ഷ, കുരിശിലൂടെ ചിന്തപ്പെട്ട രക്തം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ആ രക്ഷ വ്യാപിക്കട്ടെ, രക്ഷ വ്യാപരിക്കട്ടെ, രക്ഷാകര ശക്തി നിറയട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിശാചിന് ഏറ്റവും ഭയമുള്ള ആയുധമാണ് മക്കളെ വിശുദ്ധ കുരിശ്. വിശുദ്ധ കുരിശിനെ പുകഴ്ചയുടെ തിരുനാളിൽ നമ്മൾ ആദ്യം പഠിച്ച പ്രാർത്ഥനയാണല്ലോ നമ്മൾ ആദ്യം വരച്ചത്, കുരിശ് വരച്ചത്. വെഡിങ്സ് എടുത്ത് നോക്കിയേ. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആ വലിയ പ്രാർത്ഥന കുരിശിന്റെ മുദ്രയാൽ മുദ്രവെച്ച് നമ്മൾ പഠിച്ചത് കുരിശിന്റെ ശക്തി നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. കർത്താവെ, കുരിശിന്റെ ശക്തിയാല് ഈ മക്കൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കുരിശിൽ പൂർത്തീകരിച്ച രക്ഷയും പൂർത്തീകരിക്കപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയും നിറച്ച് ഈ മക്കളെയും കുടുംബങ്ങളെയും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനിലേക്കും കുരിശിന്റെ ശക്തമായ രക്ഷാകര പ്രവൃത്തികൾ നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും കൃപാവരങ്ങളും നേരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്ന എല്ലാ മക്കളും കുർബാനയെ പങ്കെടുക്കണം. പറഞ്ഞ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ബലിയർപ്പിക്കണം. ദിവ്യകാല സന്നിധിയില് കർത്താവിന്റെ കുരിശിനെ പുകഴ്ത്തിക്കൊണ്ട് കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തി 5 കാര്യങ്ങൾ: പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, കടങ്ങളുടെ, സാത്താന്റെ ആധിപത്യങ്ങളെയും ശക്തികളെയും അവസാനിപ്പിച്ച കർത്താവിന്റെ കുരിശ് മരണത്തിന്റെ രക്ഷാകര പ്രവൃത്തികൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും നിറയപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ധ്യാനം ഈ മാസത്തെ 19-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ 20-21-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് തീരും. നിങ്ങൾ ഈ ധ്യാനത്തിലൊക്കെ സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കണം. ഈ കേൾക്കുന്ന വചനത്തിന്റെ അത്ഭുത ശക്തിയാല് കർത്താവിന്റെ ശക്തിയും വിടുതലും സ്വാതന്ത്ര്യവും വിമോചനവും, പാപപരിഹാര ബലി, കുടുംബവൃക്ഷത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥന, സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനകള്, കർത്താവിന്റെ മക്കൾ ജീവിക്കേണ്ട ജീവിതത്തിന്റെ ശക്തി, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വിടുതലിനും വിമോചനത്തിനും വേണ്ടിയൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ധ്യാനമാണ്. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്നവരൊക്കെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക. ഇനി ബുക്ക് ചെയ്യാൻ പറ്റാത്ത മക്കൾ ഡോർമെട്രി ഒക്കെ നമുക്ക് നല്ല സൗകര്യമുണ്ട്. സാധിക്കുന്ന എല്ലാവരും വന്ന് പങ്കെടുക്കണം മക്കളെ. ഇത് വെള്ളിയാഴ്ച വൈകിട്ട് 2 ദിവസമുള്ളൂ. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും. 5 മണി 5:30 കൂടി ധ്യാനം ആരംഭിക്കും. 2 ദിവസം ഞായറാഴ്ച വൈകിട്ട് തീരും. വരുന്ന മക്കൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്, അഭിഷേകമാണ്. ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറയൊക്കെ വിടുവിച്ചെടുക്കാൻ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അനേക മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ധ്യാനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ബുക്കിംഗ് നമ്പറൊക്കെ നമ്മുടെ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അത് നോക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് അതിശക്തമായ ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരിക. 2 ശനി കൺവെൻഷൻ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഇവിടെയുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളിനി ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കാമാണ് മക്കളെ. അതായത് ഗെത്സെമൻ മണിക്കൂർ, അതിനെ കുറിച്ച് പിന്നീട് പറഞ്ഞോളാം. വ്യാഴാഴ്ച രാത്രി 11 മണി മുതൽ 1 മണി വരെ കർത്താവ് ഗെത്സെമനയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച മണിക്കൂറാണ്. ആ മണിക്കൂറുകളിൽ
നമ്മൾ ശക്തമായിട്ട് മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ഇവിടെ വന്നും അത് ലൈവായിട്ടും ആരംഭിക്കാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കാർമലിലെ ദിവികാരണ യാത്രകളൊക്കെ ഉണ്ടല്ലോ മക്കളെ, ശക്തമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആരും അറിയാതെ ഒന്നും പോലെ പല സ്ഥലങ്ങളിലും പോയി കർത്താവിന്റെ സാന്നിധ്യ ശക്തിയില് ബഹിഷ്കരണ പ്രാർത്ഥനകളും അഭിഷേക പ്രാർത്ഥനകളും ശക്തീകരണ പ്രാർത്ഥനകളും ഒക്കെ ദിവ്യകാരുടെ സാന്നിധ്യത്തിൽ യഹോവ ക്ഷമാ മൂവിംഗ് ടാബർനക്കിൾ ശക്തമായി പോകുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണേ, ചേർത്ത് നിൽക്കണേ, ഉയർത്തിപ്പിടിക്കണേ, സഹായിക്കണേ. നമ്മുടെ കർത്താവിന്റെ ഇടപെടലും ശക്തിയും നമുക്ക് അനുഭവിക്കാനിടയാകട്ടെ. നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ആമേൻ.